വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ടും രക്ഷയില്ല. മന്ത്രി പറഞ്ഞിട്ട് IFSകാർ കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും വനം വകുപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയെന്നും അദ്ദേഹം വിമർശിച്ചു. നിയമസഭയിലായിരുന്നു പീരുമേട് എംഎൽഎ വാഴൂർ സോമൻ വനം വകുപ്പിനും മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ടും രക്ഷയില്ലെന്നും മന്ത്രി പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും MLA വിമർശിച്ചു. മൗണ്ട് സത്രം പ്രദേശത്ത് എയർ സ്ട്രിപ്പ് പണിയാനുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു. രേഖകൾ ചോദിച്ചാൽ ഇല്ലെന്നാണ് മറുപടി. 1000 കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള പദ്ധതിയാണ് വനം വകുപ്പ് തുരങ്കം വെച്ചത്. പാവപ്പെട്ടവർക്ക് അനുവദിച്ച ഭൂമിയിൽ കയറാൻ പോലും ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല. പാഞ്ചാലിമേട്ടിലെ ടൂറിസം പദ്ധതിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സപ്പെടുത്തി. പരാതികൾ തുറന്നു പറയാതെ തരമില്ല. പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഇത്രയും പറഞ്ഞത് സഹികെട്ടതുകൊണ്ട് താലൂക്ക് ഓഫീസ് പരിസരത്തും കോടതി പരിസരത്തും ചുറ്റിക്കറങ്ങുന്ന വന്യമൃഗങ്ങളെ ഓടിച്ചുവിടാൻ പോലും ഉദ്യോഗസ്ഥർക്ക് സമയമില്ല. റവന്യൂ ഭൂമി തരിശുകിടക്കുന്നത് കണ്ടെത്തി നോട്ടിഫിക്കേഷൻ ചെയ്ത് വനമാക്കുന്ന പണിയാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്നും ഇടുക്കിയിലും കോട്ടയത്തും DFO ഓഫീസുകളിൽ തലതിരിഞ്ഞ പരിപാടികളാണ് നടക്കുന്നതെന്നും വിമർശനം. അപകടം പറ്റിയ ആൾക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞ മന്ത്രി 1 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത്. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മന്ത്രി വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടോ എന്നും വാഴൂർ സോമൻ. കൃഷിക്കാരെ നേരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒഴിവാക്കിയത് ഹൈക്കോടതി പറഞ്ഞു അവർക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 26 പേർക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തു. അതിനുള്ള നടപടികൾ നീക്കുവാൻ വേണ്ടി ഇടുക്കി RDO സബ് കളക്ടറെ സെറ്റിൽമെൻറ്റ് ഓഫീസറായും നിയമിച്ച് നടപടികൾ നീങ്ങുക. പക്ഷേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കത്തില്ല. അപ്പം മൃഗങ്ങളെ കൊണ്ടും വന്യമൃഗങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് രക്ഷയില്ല, വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് തുറന്നു പറയേണ്ടിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ വാഴൂർ സോമന് പക്വതയില്ലെന്ന് വനം മന്ത്രിയുടെ വിമർശനം. MLAയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. കോട്ടയത്ത് DFO ഓഫീസ് സ്ഥാപിച്ചത് താനല്ലെന്നും AK ശശീന്ദ്രൻ. എന്നെക്കാളേറെ പക്വതയുള്ള ആളാണ് അദ്ദേഹം. നല്ല ജീവിതാനുഭവങ്ങളുള്ള ഒരു തൊഴിലാളി നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതോ അദ്ദേഹം വേണ്ടത്ര മനസ്സിലാക്കാത്തോ അല്ല. ഞാനൊന്ന് ഈ സദസ്സിനോട് ചോദിക്കട്ടെ, ഈ പീരുമേടിലെ ഓഫീസ് കോട്ടയത്ത് തുറന്ന് ഞാനാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.